ഫൈലം അനലിഡ. സോ ജനറൽ ഫീച്ചേഴ്സ് പഠിക്കാനുണ്ട്, 3 ക്ലാസ്സസ് പഠിക്കാനുണ്ട്, പിന്നെ വെർമി കൾച്ചറിനെ കുറിച്ച് ഒരു ബ്രീഫ് അക്കൗണ്ട്. അത്രയാണ് സിലബസിലുള്ളത്. ജനറൽ ഫീച്ചേഴ്സ് നോക്കാം. ഇതിനൊരു ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഓർഗൻ സിസ്റ്റം, അവയവ വ്യവസ്ഥയാണ്. സമിതി, സിമിട്രി, ദി പാർഷ്യൽ സിമിട്രി, ബൈലാറ്ററൽ സിമിട്രി ആണ്. നമ്മൾ പറഞ്ഞു CCE ആണ്. CCE സ്റ്റാർട്ട് ചെയ്യുന്നതിൽ മാത്രമേ റേഡിയൽ സിമിട്രി ഉള്ളൂ. പിന്നെ സീലോമേറ്റ് ജീവികളാണ്. കപട സീലം തുടങ്ങുന്ന അഷൽമന്തസില് സീലോമേറ്റ് ഉണ്ട്. താഴത്തോട്ടല്ല സീലോമിയൻ ജീവികളാണ്. ട്രിപ്ലോപ്ലാസ്റ്റിക് ആണ്. പ്ലാറ്റിഹെൽമന്തസ് തൊട്ട് താഴത്തോട്ടല്ല ട്രിപ്ലോപ്ലാസ്റ്റിക് ആണ്. 3 ലെയേഴ്സ് ഉണ്ട്, എക്ടോഡം, എൻഡോഡം, മീസോഡം. ഇനി എന്തുകൊണ്ടാണ് അനിലിഡ എന്ന് ഇവരെ വിളിക്കുന്നതെന്ന് വെച്ചാൽ ഇവർക്ക് ആനുലസ് റിംഗ് ലൈക്ക് സെഗ്മെന്റ്സുകൾ ഉള്ളതുകൊണ്ടാണ് അനിലിഡ എന്നുള്ള പേര് വന്നത്. ഇനി ആദ്യമായിട്ട് ഈ അനിലിഡ എന്നുള്ള ടേം കോയിൻ ചെയ്തത് ലമാർക്ക് ആണ്. ഇവർ അക്വാറ്റിക് ഉണ്ട്, ടെറസ്ട്രിയൽ ഉണ്ട്, ഫ്രീ ലിവിങ് സ്വതന്ത്രമായിട്ട് ജീവിക്കുന്നവരുണ്ട്, പാരസിറ്റിക് പരാതങ്ങളുമുണ്ട്. ഇവരുടെ ബോഡി പ്ലാൻ എന്ന് പറയുന്നത് ട്യൂബ് വിത്തിൻ്റെ ബോഡി പ്ലാൻ ആണ്. അതായത് കംപ്ലീറ്റ് എലിമെന്ററി കനാൽ ഉണ്ട്, മൗത്ത് കഴിക്കാനും ഒരു ഓപ്പണിംഗ് ഉണ്ട്, വിസർജനത്തിന് എക്സ്ക്രീഷന് ഒരു ഏനസ് ഓപ്പണിംഗ് ഉണ്ട്. ബോഡി സെഗ്മെന്റ്സ് അല്ലെങ്കിൽ മെറ്റാമിയേഴ്സ് ഉണ്ട്. ലോക്കോമോഷൻ ബൈ സീറ്റ ആണ് അല്ലെങ്കിൽ പാരാപോഡിയ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഈ സീറ്റയുടെ നമ്പർ വെച്ചിട്ടാണ് ഇതിന്റെ ക്ലാസ്സസ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഫൈലം അനലിഡയുടെ ഗൂഗിൾ ഇമേജസ് ആണ്. ഒരുപാട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എർത്ത് ലീച്ച് ഒക്കെ വരുന്ന ഒരു അത്യാവശ്യം നല്ലൊരു ഉള്ള ഫൈലമാണ്. ഇവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം കംപ്ലീറ്റ് ആണ്. അതായത് 2 ഓപ്പണിംഗ്, മൗത്തും ഏനസും ഉണ്ട്. കഴിക്കാനും വിസർജനത്തിനും പ്രത്യേക ഓപ്പണിംഗ് ഉണ്ട്. എക്സ്ക്രീഷൻ നടക്കുന്നത് നിഫ്രിഡി വഴിയാണ്. പിന്നെ ഇവർക്ക് ബ്ലഡ് വാസ്കുലർ സിസ്റ്റം ഉണ്ട്. ഫസ്റ്റ് ഡെവലപ്ഡ് ഫൈലമാണ്. അതായത് അനലിഡ് താഴത്തോട്ടാണ് ബ്ലഡ് വാസ്കുലർ സിസ്റ്റം വരുന്നത്. RBC ആബ്സെന്റ് ആണ്, അതായത് അരുണ രക്താണുക്കൾ ഇല്ല. ഇവർക്ക് നമ്മൾ ബ്ലഡിൽ പിഗ്മെന്റ്സുകളുണ്ട്. ഹീമോസയാനിക് പിഗ്മെന്റ് ഇല്ല. ബാക്കി 3 അതായത് ക്ലോറോഫ്ലോറിൻ, ഹീമോ എറിത്രീൻ, ഹീമോഗ്ലോബിൻ, ഈ 3 പിഗ്മെന്റ്സും ബ്ലഡിൽ കാണുന്നുണ്ട്. നെർവസ് സിസ്റ്റം, ഇവർക്ക് സെൻട്രൽ നെർവസ് സിസ്റ്റം ഉണ്ട്, പെരിഫറൽ നെർവസ് സിസ്റ്റം ഉണ്ട്, ഓട്ടോണമസ് നെർവസ് സിസ്റ്റം ഉണ്ട്. അത്ര ഡെവലപ്ഡ് അല്ലെങ്കിലും ഒരു പ്രത്യേകത വെൻട്രൽ നെർവ് എന്ന് പറഞ്ഞ ഗാംഗ്ലിയോനേറ്റർ ആണ്. ഇവരുടെ ഡെവലപ്മെന്റ് ഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണ്. ലാർവ സ്റ്റേജ് ഇല്ല. ഡെവലപ്മെന്റ് ഡയറക്റ്റും ഉണ്ട്, ഇൻഡയറക്റ്റും ഉണ്ട്. ഓക്കെ, ലാർവ സ്റ്റേജ് ഉള്ളതും ഉണ്ട്, ഇല്ലാത്തതുണ്ട്. ഒരു 2 രീതിയിലും പറയുന്നുണ്ട്. പിന്നെ ബീജസംയോഗം എങ്ങനെയാണ്? ആന്തരിക ബീജസംയോഗമാണ്. നമ്മൾ പറഞ്ഞു CCEH, അത് മാത്രമാണ് ബാഹ്യ ബീജസംയോഗം അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്. ബാക്കി എല്ലാവർക്കും ആന്തരിക ബീജസംയോഗം അല്ലെങ്കിൽ ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്. സോ അനലിഡിനെ 3 ക്ലാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: പോളികീറ്റ്, ഒലിഗോകീറ്റ് ആൻഡ് ഇറുഡിനെ. ഒന്നാമത്തെ ക്ലാസ് ആണ് പോളികീറ്റ്. പോളി എന്ന് വെച്ചാൽ മെനി എന്നാണ്, കീറ്റ എന്ന് വെച്ചാൽ സീറ്റ, അതായത് ലോക്കോമോഷന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഒത്തിരി സീറ്റ ഉള്ള ഓർഗാനിസമാണ്. ഇവരെല്ലാവരും തന്നെ മെറൈൻ ആണ്. ലോക്കോമോഷൻ ബൈ പാരപോഡിയ. ഇവരുടെ ഹെഡ് ഡിഫറൻഷിയേറ്റഡ് ഉണ്ട്. ഹെഡിൽ ഐസ് ഉണ്ട്. ഓക്കെ, പിന്നെ ക്ലിറ്റെല്ലം ആബ്സെന്റ് ആണ്. ഇവരെല്ലാം മാംസഭോജികളാണ്, കാർണിവോറസ് ആണ്. ഇവർക്ക് രക്തപര്യന വ്യവസ്ഥയുണ്ട്, അതായത് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം ഉണ്ട്. ക്ലോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് ഫ്ലോ ത്രൂ ഡെഫിനിറ്റ് ചാനൽസ്, ബ്രാഞ്ചസ് ഒന്നും ഉണ്ടാകത്തില്ല. പിന്നെ എക്സാമ്പിൾസ് നീരിസ്, നിയാന്തസ് ഒക്കെ. ഇവർ റിംഗ് വേം, ക്ലാം വേം അല്ലെങ്കിൽ സാൻഡ് വേം എന്ന് പറയും. നീരിസ് സാൻഡ് വേം ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇവരുടെ ബ്രീഡിംഗ് സീസണിൽ ഈ നീരിസ് നമ്മൾ വിളിക്കുന്ന ഹെട്രോനീരിസ് എന്നാണ്. ഓക്കെ, രണ്ടാമത്തെ ക്ലാസ് ആണ് ഇത്. പോളിക്കീറ്റ് ആണ്.
ഗൂഗിൾ ഇമേജസ്. ഒരുപാട് സീറ്റാസ് ഉണ്ട് ലോക്കോമോഷന് വേണ്ടിയിട്ട്, നമുക്കറിയാം കണ്ടോ. പോളിക്കീറ്റ്സ്. രണ്ടാമത്തെ ക്ലാസ് അല്ല, സോറി, രണ്ടാമത്തെ എക്സാമ്പിൾ ആണ്. ഫസ്റ്റ് നീരിസ്, രണ്ടാമത്തെ കീറ്റോപ്റ്റെറസ്, പാഡിൽ വർം എന്ന് പറയും. ഇവരുടെ പ്രത്യേകത ദേ ഷോ ബയോലൂമിനൻസ്, അതായത് ഒരു ജീവിക്ക് ലൈറ്റിനെ എമിറ്റ് ചെയ്യാനുള്ള ഒരു കഴിവിനെയാണ് നമ്മൾ ബയോലൂമിനൻസ് എന്ന് പറയുന്നത്. അത് ഈ കീറ്റോപ്റ്റെറിസിനുണ്ട്. പിന്നെ വേറെ എക്സാമ്പിൾ അഫ്രോഡൈറ്റ്, സീ മൗസ് എന്ന് പറയും. ഗ്രീക്ക് ഗോഡസ്, ഗോഡ് ഓഫ് ഫെർട്ടിലിറ്റി എന്നൊക്കെ പറയുന്ന അഫ്രോഡൈറ്റ്. പിന്നെ അരിനിക്കോള, സാൻഡ് വേം, ലെഗ് വേം എന്നൊക്കെ പറയും. പിന്നെ സബെല്ല, പീകോക്ക് വേം, പോളിഗോഡിയസ്. പോളിഗോഡിയസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് പാരപ്പോഡി ഇല്ലാത്തതുകൊണ്ട് സെപ്പറേറ്റ് ക്ലാസ് ആണ്. അവർ പോളിക്കീറ്റിലാണോ എന്നുള്ളൊരു ഡൗട്ട് ഇപ്പോഴും ഉണ്ട്. ക്ലാസ്സിലായിട്ടാണ് വെച്ചേക്കുന്നത്. ഇപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കാം, ഇങ്ങനെ പാരപ്പോഡി ഇല്ലാത്ത പോളിക്കീറ്റ് ക്ലാസ്സിൽ വരുന്ന അനലിഡിന്റെ പേരെന്താ, ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോളിഗോഡിയസ്. രണ്ടാമത്തെ ക്ലാസ് ആണ് ഒളിഗോകീറ്റ്. ഒളിഗോ എന്ന് വെച്ചാൽ ഫ്യൂ, ഒളിഗോ ന്യൂക്ലിയോടൈഡ് എന്നൊക്കെ നമുക്ക് കേട്ടില്ലേ. കീറ്റ എന്ന് വെച്ചാൽ സീറ്റ. ഇവിടെ ടെറസ്ട്രിയൽ ആണ്, കരയിൽ കാണപ്പെടുന്ന ജീവികളാണ്. ഹെഡ് ഡിഫറൻഷിയേറ്റഡ് അല്ല, ഐസ് ഇല്ല. മറ്റേതിനകത്ത് നമ്മളൊന്ന് ഹെഡ് ഡിഫറൻഷിയേറ്റഡ് ആണ്, ഐസ് ഹെഡിലുണ്ടെന്നൊക്കെ പറഞ്ഞു. ഇവിടെ നോ പാരപോഡിയ. സോയിലിവോറസ് ആണ്, ഇത് സോയിൽ, മണ്ണിനെ തിന്നുന്ന ആൾക്കാരാണ്. അതായത് ഇപ്പൊ മണ്ണിന്റെ എക്സാമ്പിൾ, ടിപ്പിക്കൽ എക്സാമ്പിൾ നമുക്ക് പറയുന്നത് ഏതാണ്, മണ്ണിര അല്ല, എർത്ത് വേംസ് ആണ്. എർത്ത് വേംസ് ആക്ച്വലി ഈ സോയിലോഫോറസ് ആണ്. അപ്പൊ ഇവർ ഈ മണ്ണിനെ അവർ തിന്നിട്ട് അവർ മണ്ണ് വിസർജനം ചെയ്യും. അപ്പൊ അവിടെ ആ ഒരു ഏരിയയിൽ നല്ല എയർ സർക്കുലേഷൻ ആണ്, പ്ലാന്റ്സ് നന്നായിട്ട് വളരാൻ പറ്റും. പ്ലാന്റ്സിന്റെ വേരിൽ താഴത്തോട് നന്നായിട്ട് ആ മണ്ണിന് പോലെ ശരിക്കും വേര് ന്യൂട്രിയൻസ് വലിച്ചെടുക്കാൻ പറ്റും. ഇനി ഇവർക്ക് ക്ലിറ്റെല്ലാം പ്രസന്റ് ആണ് ത്രൂ ഔട്ട് ദ ലൈഫ് സൈക്കിൾ. ഒരു ആ റിങ്ങിനകത്തൊരു ഇടയ്ക്കൊരു ബൾജ് പോർഷൻ ആണ് ക്ലിറ്റെല്ലാം. ലാർവ സ്റ്റേജ് ഇല്ല. പിന്നെ എക്സാമ്പിൾ ഫെരിറ്റിമ പോസ്റ്റുമ, ലുബ്രിക്കസ്, മെഗാസ്കോളിൻ, ഇതൊക്കെ എർത്ത് വേംസ് ആണ്. പിന്നെ വേറെ എക്സാമ്പിൾ ടെഫ്ഫെക്സ്. ഇവരെന്ന് വെച്ചാൽ മഡി അല്ലെങ്കിൽ പൊല്യൂട്ടഡ് വാട്ടറിലാണ് ജീവിക്കുന്നത്. അവർക്ക് കുറച്ച് ഓക്സിജൻ ഉണ്ടെങ്കിൽ പോലും അവർക്ക് അവിടെ ജീവിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇതിന്റെ പൊല്യൂഷൻ ഇൻഡിക്കേറ്റർ ആയിട്ട് നമ്മൾ പറയും. കാര്യം പൊല്യൂഷൻ ഉള്ളവർക്ക് ഇത് വളരുന്നുണ്ട്, അത് ആ ജീവി അവിടെ ഉണ്ടെങ്കിൽ അത് പൊല്യൂട്ടഡ് ആണെന്ന് പറയാൻ പറ്റും. ഇവർക്ക് ബ്രൈറ്റ് റെഡ് കളറാണ്, ബ്ലഡ് വേം എന്നൊക്കെ ഇത് പറയും. ഇത് ഒളിഗോകീറ്റ് വേംസുകളാണ്. ക്ലൈറ്റെല്ലാം കാണുന്നുണ്ട്, ബൾജ് പോർഷൻ ഉണ്ടാവും. അടുത്ത ക്ലാസ് ആണ് ക്ലാസ് ഹിരുഡിനാരിയ ഗ്രാനുലോസ. ടിപ്പിക്കൽ എക്സാമ്പിൾ ലീച്ച്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലെ. ലീച്ചിന്റെ നമുക്കറിയാം, ലീച്ചിന്റെ സലൈവയിൽ ഒരു ആന്റികോയാഗുലിൻ ഹിരുഡിൻ ഉണ്ട്. സോ ചോര കട്ട പിടിക്കാതിരിക്കും. അപ്പൊ അത് കണ്ടിന്യൂസ് ആയിട്ട് ബ്ലഡ് സക്കേഴ്സ് ആണ്. ഇവർക്ക് സീറ്റ അല്ലെങ്കിൽ പാരപ്പോഡിയ ആബ്സെന്റ് ആണ്. അക്വാറ്റിക് ആണ്, മോസ്റ്റ്ലി മറൈൻ ആണ്. ഹെഡ് നോ ഡിഫറൻഷിയേറ്റ്, പക്ഷെ 5 പേഴ്സ് ഓഫ് ഐസ് ഇവർക്കുണ്ട്. സാങ്കിവോറസ് ആണ്, ബ്ലഡ് സക്കിംഗ് ജീവികളാണ്. അതാണ് ലീച്ചസ് എന്നൊക്കെ പറഞ്ഞ പോലെ. ഇവരുടെ ബ്ലഡ് വാസ്കുലർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഓപ്പൺ ടൈപ്പ് ആണ്. സൈനസ് അല്ലെങ്കിൽ ലാക്കുല പോലെ ബ്ലഡ് പല പല സ്ഥലങ്ങളിലേക്ക് അത് ബ്രാഞ്ചസ് ഒക്കെ പോകുന്നുണ്ട്. ഡെഫിനറ്റ് ആയിട്ടല്ല ബ്ലഡ് പോകുന്നത്. ക്ലിറ്റെല്ലാം ഡെവലപ്പ് ഉള്ളി ഡ്യൂറിങ് ബ്രീഡിംഗ് സീസൺ സമയത്ത് മാത്രമേ ക്ലിറ്റെല്ലാം കാണുള്ളൂ, എപ്പോഴും കാണില്ല. എർത്തുവേമിലൊക്കെ ലൈഫ് സൈക്കിളും ഫുൾ അതുണ്ട്. പിന്നെ ഫെർട്ടിലൈസേഷൻ ഇൻഡയറക്റ്റ് ആണ്, അതായത് ലാർവൽ സ്റ്റേജ് ഉണ്ട്, ഇൻഡയറക്റ്റ് ഉണ്ട്, പിന്നെ ഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണ്. ഇൻഡയറക്റ്റും ഉണ്ട്, ഫെർട്ടിലൈസേഷൻ ഇന്റേണൽ ആണ്, അതായത് ആന്തരിക ബീജസംയോഗം, ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്. ഡെവലപ്മെന്റ് ഡയറക്റ്റ് ആണ്. ഹിരുഡിനേരിയ ഗ്രാനുലോസ ആണ്, ലീച്ച് ആണ് എക്സാമ്പിൾ. ഹിരുഡിനേരിയ ഗ്രാനുലോസ ലീച്ച്. നമ്മൾ ലീച്ച് തെറാപ്പി ഒക്കെ കേട്ടിട്ടുണ്ട്. 32 സെഗ്മെന്റ്സ് ആണ് ലീച്ചിനുള്ളത്. ഇതിന്റെ ബോട്രിയോയിഡൽ ടിഷ്യൂ ആണ് എക്സ്ക്രീറ്ററി ഫംഗ്ഷൻ നമ്മൾ വിചാരിക്കുന്നത്.
വേറൊരു എക്സാമ്പിൾ ആണ് ഹിരിഡോ, യൂറോപ്യൻ ലീച്ച് ആണ്. പോണ്ടോബ്ഡെല്ല ഒരു എക്ടോ പാരസൈറ്റ് ഓൺ ഫിഷസ് ആണ്. ഇതാണ് ഈ ഒരു ക്ലാസ്സിലുള്ള കുറച്ച് എക്സാമ്പിൾ. ഹിരുഡിനയുടെ ഗൂഗിൾ ഇമേജസ് ആണ് ലീച്ച് ബ്ലഡ് സർക്കിൾസ് നമ്മൾ നോക്കുന്നത്. ഉണ്ടാവും കുറച്ച് എക്സാമ്പിൾസ് പടങ്ങളാണത്. ചോര വലിച്ചു കുടിക്കുമ്പോഴൊക്കെ നമ്മൾ അന്യൻ സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, അതൊക്കെ ഹിരുഡിനേറിയ വേംസ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം.